മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട തമിഴ് സിനിമയുടെ ഗ്രാമീണ ഭംഗി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയ ഇതിഹാസ സംവിധായകൻ ഭാരതിരാജ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. 84 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. വെള്ളിത്തിരയിൽ നാടൻ ശീലങ്ങളുടെയും ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെയും സംഗീതം നിറച്ച മാന്ത്രികനായിരുന്നു പി ഭാരതിരാജ. ഒരു സാനിറ്ററി ഇൻസ്പെക്ടറുടെ വേഷത്തിൽ നിന്ന് ചെന്നൈയുടെ സിനിമാ സ്വപ്നങ്ങളിലേക്ക് വണ്ടി കയറിയ അദ്ദേഹം പിന്നീട് തമിഴ് സിനിമയുടെ തന്നെ തലവര മാറ്റി എഴുതിയ സംവിധായകനായി മാറി. 1977 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചപ്പോൾ അത് തമിഴ് സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഊർജമായിരുന്നു. രജനീകാന്തും കമൽഹാസനുമടക്കം ഇന്നത്തെ വലിയ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ഭാരതിരാജ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിനിടയ്ക്ക് 6 തവണ ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2004 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. പുരാണങ്ങളെയും ചരിത്ര നോവലുകളെയും മാത്രം കേന്ദ്രീകരിച്ചിരുന്ന തമിഴ് സിനിമയെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചത് ഭാരതിരാജയുടെ ദൃശ്യഭാഷയാണ്. സംഗീത ഇതിഹാസം ഇളയരാജയുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് തമിഴ് സിനിമയിൽ ഒരു സുവർണ കാലഘട്ടം തന്നെ സൃഷ്ടിച്ചു. സാധാരണക്കാർക്ക് എപ്പോഴും പാടി നടക്കാവുന്ന ഗാനങ്ങളും ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഫ്രെയിമുകളും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകതയായിരുന്നു. സംവിധായകനായി തിളങ്ങുമ്പോഴും കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അവസാന കാലത്ത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ധനുഷ് ഉൾപ്പെടെയുള്ള പുതിയ തലമുറയിലെ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം സിനിമയോടുള്ള തൻ്റെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ചു. മികച്ച നടൻ എന്ന നിലയിലും അദ്ദേഹം പുതിയ തലമുറയുടെ പ്രശംസ പിടിച്ചുപറ്റി. ഖുശ്ബു ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തമിഴ് സിനിമയുടെ സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് എന്നാണ്. ഒരു കാലഘട്ടത്തിലെ സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഗ്രാമീണതയുടെ മാസ്മരികത കോറിയിട്ട മഹാപ്രതിഭ വിടവാങ്ങുമ്പോൾ തമിഴ് സിനിമയുടെ അവിസ്മരണീയമായൊരു അധ്യായമാണ് ഇതോടെ അവസാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.